നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, ഞാനീ കാണുന്ന സ്വപ്നാണോ ചേച്ചി? സ്വപ്നമൊന്നുമല്ല, യാഥാർത്ഥ്യം തന്നെ. പക്ഷേ ഇതിലെന്തോ അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട്. പോയിസൺ? ഏയ്, അതിനുള്ള ധൈര്യമൊന്നും അവർക്കില്ല. നീ പേടിക്കാതെ കഴിച്ചു. ഇതൊരു തരം സ്നേഹിച്ച് കീഴ്പ്പെടുത്തല. യുദ്ധം ചെയ്യുന്നവനെ തോൽപ്പിക്കുന്നതിലും എളുപ്പവാ കീഴടങ്ങിയവനെ ഇല്ലാതാക്കുന്നത്. അപ്പൊ അനുചേച്ചി അഭിനയത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങാൻ തീരുമാനിച്ചോ? ഏയ്, അമ്മ അടവ് മാറ്റിയ സ്ഥിതിക്ക് ഞാനും പുതിയ യുദ്ധമറിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പഴംപൊരി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അനുചേച്ചിയുടെ യുദ്ധം ആന്റി കാണാൻ പോകുന്നേ ഉള്ളൂ. അമ്മ കേക്കണ്ട. മോളെ മഞ്ചാടി, ബൂസ്റ്റ് ഇടണോ മോളെ? ആ ഇട്ടോ ഇട്ടോ, ആന്റിയുടെ ഇഷ്ടം പോലെ. ആ ശരി, ഇപ്പൊ കൊണ്ടുവരേ. ആഹാ, കാര്യമായിട്ടുള്ള പണിയാണല്ലോ. അമ്പിളിയും രഘുവും പോയായിരുന്നോ? ഇല്ല മാമ, അങ്ങോട്ട് മാറി. അവര് ശബരിയുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ദയ തണലിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവിടെ വന്നിട്ടുണ്ട്. അവൾക്കിപ്പോ എങ്ങനെയുണ്ട് വിനയ? നീ പോയോ അവളെ കാണാൻ? ഞാനവിടെ പോയമ്മേ, പക്ഷെ ദയെ കാണാൻ നിന്നില്ല. അവളിപ്പോ നോർമലാണെന്നാ ശബരി പറഞ്ഞത്. എന്നാലും പെട്ടെന്ന് എന്നെ കാണുമ്പോ എങ്ങനെ പ്രതികരിക്കും അറിയില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പിന്നെ കാണാതിരുന്നത്. അത് നന്നായി. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടാ മതി. എല്ലാ കാര്യത്തിലും കയറി തലയിട്ടാ എങ്ങനെയെങ്കിലും നിനക്ക് ചീരുമായിട്ട് അടുക്കാനുള്ള വെപ്രാളമാണെന്ന് തോന്നുന്നു. വേറെ എന്തൊക്കെയാ വിനയ വിശേഷങ്ങള്? മാഷ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ കണ്ടോ? ഇല്ലമ്മേ, അച്ഛനിന്ന് കുറച്ച് ഓട്ടത്തിലായിരുന്നു. മഞ്ചാടിയും കൂട്ടി വക്കീലിന്റെ അടുത്ത് പോയി അദ്ദേഹം കേസ് പിൻവലിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. ആ പിന്നെ ആ പഞ്ചരത്നത്തിൽ വെച്ച് കണ്ട മാഷൻ ടീച്ചറും ഇല്ലേ, അവരോടൊപ്പം പഴയ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി പോയിരിക്കും അച്ഛൻ. ആണോ? ആ മാഷൻ ടീച്ചറും നല്ലവരാ. നിന്നെ കുറിച്ച് എന്തായാലും അവര് മാഷിനോട് നല്ല അഭിപ്രായം പറയൂ. ആ പറഞ്ഞാ കൊള്ളാം. കേസ് പിൻവലിച്ചുകൊണ്ട് ഇപ്പോ കാര്യമായ നേട്ടം പറയാനുള്ളത് ആ ജീവൻരാജിന് മാത്രമാണ്. അവന് തുടർന്ന് പഠിക്കാൻ ഒരു അവസരമായി. അതിന്റെ പേരിൽ വേറൊരു സംഭവം കൂടി നടക്കാൻ പോകുന്നുണ്ട് മാമ. അതെന്ത് സംഭവം? ഗോകുലിന്റെയും മഞ്ചാടിയുടെയും എൻഗേജ്മെന്റ്. അത് മിക്കവാറും ഉടനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിനക്കെന്താടാ കാര്യം? ഒരു 10 ദിവസം മുമ്പ് ആ കേസ് പിൻവലിച്ചെങ്കിൽ നിനക്ക് ആ ജോലിയെങ്കിലും കിട്ടിയേനെ. അതെ, ഈ എൻഗേജ്മെന്റിന് നമ്മളെ ക്ഷണിക്കുക പോലുമില്ല. അതൊക്കെ ക്ഷണിക്കും അമ്മേ. എൻഗേജ്മെന്റ് മിക്കവാറും പഞ്ചരത്നത്തിൽ വെച്ച് തന്നെ ആയിരിക്കും. അടുത്ത ദിവസം തന്നെ വീണ്ടും അവിടെ പോയി ചീരുവിനെയും മക്കളെയും കാണാൻ പറ്റുന്നത് നമുക്കൊരു സന്തോഷമല്ലേ. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, എന്നാ ഞാൻ പോയിരുന്നു കുളിക്കട്ടെ. ആഹാ, ആരൊക്കെയാ ഇത്? കുറച്ചുകൂടി നേരത്തെ വരായിരുന്നില്ലേ രണ്ടാൾക്കും? സന്ധ്യക്ക് വിരുന്നുകാര് വരാൻ പാടില്ലെന്ന് മറ്റും ഉണ്ട്. എനിക്കറിയില്ല. ഇനിയിപ്പൊ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിരുന്നുകാരല്ലല്ലോ, വീട്ടുകാരല്ലേ. അല്ല, വിച്ചുമോനോടെ ചേച്ചി, ഇത് അവനുള്ള ചോക്ലേറ്റാ. അവനിന്ന് നേരത്തെ ഉറങ്ങി. നിങ്ങൾ വാ, അകത്തേക്ക് വാ. വാ. കേറി വാശി അമ്മേ. അമ്മ ഇവിടെ എന്ത് ചെയ്യാ? ഇപ്പഴേ അത്താഴം വിളമ്പാണോ? ഏയ്, വിളമ്പൊന്നും അല്ല. എല്ലാം ഇവിടെ എടുത്തു വെച്ച ആവശ്യക്കാർക്ക് സമയത്തിന് വന്ന് കഴിച്ചിട്ട് പോവാല്ലോ.
ഈ വീടിന്റെ മൊത്തം ചാർജ് അമ്മയ്ക്കാണെന്ന് ഇന്ദ്രേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. ആ അവന്റെ ഭാര്യയും കുഞ്ഞിനെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചതാവുമല്ലേ? അതൊരിക്കലും ഇന്ദ്രേട്ടൻ ഞങ്ങളെ ഏൽപ്പിക്കില്ല. പകരം ഏട്ടത്തി അമ്മയെ അനുസരിക്കുന്നുണ്ടോന്ന് നോക്കണമെന്നാവും ഇന്ദ്രേട്ട ശ്യാമേട്ടനോട് പറഞ്ഞിരിക്കുക. അതേ പഴയ ഇന്ദ്രൻ. ഇപ്പോഴത്തെ ഇന്ദ്രൻ പുതിയ ആളാ. അല്ല, നിങ്ങൾക്ക് ചായ എടുക്കട്ടെ? അതോടെ തന്നിട്ട് എനിക്കങ്ങ് പോയി കിടക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. നല്ല ക്ഷീണമുണ്ട്. ഞങ്ങള് ചായ കുടിച്ചിട്ട് അമ്മ വന്നു. ആണോ? അമ്മ പോയി റെസ്റ്റ് എടുത്തോ. ആ എന്നാ ഞാൻ പോയി കിടക്കട്ടെ. ആ മഞ്ചാടി എന്തു പറയുന്നു? കോളേജ് ലൈഫൊക്കെ അടിപൊളിയല്ലേ? കുഴപ്പമില്ല ശ്യാമേട്ട. അടിപൊളിയൊക്കെ ഒന്ന് കുറച്ച് പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരിക്കുക. ആ വെരി ഗുഡ്. എന്നാ പോയിരുന്നു പഠിച്ചോ. ഞങ്ങൾ എന്തായാലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. സോനേച്ചി എന്താ മോളെ കൊണ്ടുവരാതിരുന്നേ? രാത്രിയല്ലേ, അവളെ പ്രതിഭ നോക്കിക്കോളാന്ന് പറഞ്ഞു. നിങ്ങള് കുറച്ചേരം അമ്മയുടെ അടുത്ത് പോയി സംസാരിച്ചോ, ഇല്ലെങ്കിൽ അമ്മയ്ക്കത് വിഷമാവില്ലേ? ഏയ് ഞാൻ വരുന്നില്ല. എന്നെ കണ്ട നിന്നോട് സംസാരിക്കുന്നവരില്ലാണ്ടാവും. ശരി, ഞാനെന്നാ കുറച്ചേരം അമ്മയുടെ അടുത്തിരുന്ന് വരാം. എനിക്കകത്തോട്ട് വരാവോ? നീ എന്നെ കാണാൻ വന്നല്ലോ, അവളെ കാണാൻ വന്നല്ലേ? അതൊക്കെ അമ്മ എങ്ങനെ വേണേലും കരുതിക്കും. ഈ മുറിയിലേക്ക് ഞാൻ എന്തായാലും അമ്മയെ കാണാൻ വേണ്ടിട്ടാ വന്നത്. ഇവിടെ വന്നിരിക്കെ. നിന്റെ അമ്മയുടെ രാജയോഗമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ വീണ്ടും പണ്ടത്തെ പോലെ അടുക്കളപ്പണി എടുത്ത് ജീവിക്കേണ്ട അവസ്ഥയാ. അങ്ങനെയൊന്നും അല്ലല്ലോ ഏട്ടത്തി പറഞ്ഞത്. അമ്മ ഇവിടെ വന്ന് എല്ലാം അങ്ങ് ഏറ്റെടുക്കുമായിരുന്നു എന്നാണല്ലോ. എന്റെ ഇന്ദ്രന് വെച്ച് വിളമ്പി കൊടുത്ത് ഞാൻ ഇവിടെ കഴിഞ്ഞോളാന്നാണ് പറഞ്ഞത്. അല്ലാതെ അവൾക്കും അവളുടെ അനിയത്തിക്കും വേണ്ടി അടുക്കളപ്പണി ചെയ്യാന്നല്ല. അവളിപ്പോ എന്നെ കൊണ്ട് അതാ ചെയ്യിപ്പിക്കുന്നത്. നിന്റെ അമ്മ ജോലി ചെയ്ത് ആകെ മടുത്തു. നീ ഇത് കണ്ടോ? ഇതുവരെ എന്റെ കാലിന് നീര് വന്നിട്ടില്ല, ഇപ്പൊ അതുമായി. ഏട്ടത്തി മനഃപൂർവ്വം അമ്മയെ ബുദ്ധിമുട്ടിക്കാണെന്ന് പറയാൻ പറ്റില്ല. ഏട്ടൻ പറയുന്ന പോലെയല്ലേ ഏട്ടത്തിക്ക് ചെയ്യാൻ ആ പറ്റും. നിങ്ങളൊക്കെ അതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. എന്റെ വേദന ഞാൻ സഹിക്കുക തന്നെ, അല്ലാതെന്താ. അമ്മ ഇങ്ങോട്ട് കിടന്നു, കാലം ഞാൻ തടവി തരാം. ഓ വേണ്ട വേണ്ട, ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാ. എന്റെ തലവിധി. അമ്മ ആ കാലിങ് എടുത്തു വെച്ച് നേരെ വെക്ക. ഏട്ടത്തി ഇപ്പോഴും അമ്മയെ കൊണ്ട് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നല്ല രീതി പോയാ രണ്ടുപേർക്കും ഇവിടെ സുഖമായിട്ട് ജീവിച്ചൂടെ അമ്മേ? അതൊക്കെ ജീവിക്കാം. ഞാൻ ഇതുപോലെ അടിമപ്പണി ചെയ്യണമെന്ന് മാത്രം. നിങ്ങൾക്കാർക്കും എന്നെ വേണ്ട എങ്കിൽ പിന്നെ ഞാനത് ചെയ്തല്ലേ പറ്റൂ. ഞങ്ങൾക്ക് അമ്മയെ വേണ്ടെന്ന് ആര് പറഞ്ഞു? അമ്മയല്ലേ എവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്? അമ്മ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വരുന്നെങ്കി വാ, നമുക്ക് വീട്ടിലേക്ക് പോ. ഓ വേണ്ട വേണ്ട, ഞാൻ എങ്ങോട്ടും ഇല്ല. എനിക്കിനി എന്റെ ഇന്ദ്രന്റെ കൂടെ ജീവിച്ച് മരിച്ചാ മതി. അതിനുവേണ്ടി എന്ത് സഹിച്ച് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം.